എന്റെ ഏട്ടാ നിങ്ങൾ എന്തിന് പറ്റാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കുന്നത്? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാ പോരെ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചെലവ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനി എന്റെ അടുത്ത് പണം വെക്കാൻ ഒന്നും ബാക്കിയില്ല കേട്ടോ. എടി അവളൊരു കാര്യം പറയുമ്പോ ഇല്ല പറയാൻ പറ്റുമോ? എന്റെ പെങ്ങളല്ലേ. തൽക്കാലം ഏതെങ്കിലും ഷോപ്പുകാരോട് മറിച്ചു കൊടുക്കാം അവൾക്ക്. എവിടെ നിന്നൊക്കെ മറിച്ചു കൊടുത്താലും അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ലേ. എന്തിനായിട്ട് അങ്ങനെ കടത്തമേൽ കടമാക്കുന്നത്? എല്ലാവരും കൂടെ നിങ്ങൾ ചൂഷണം ചെയ്യുക. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എന്ത് ചൂഷണം എന്നാണ് നീ പറയുന്നത്? പെങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. പെങ്ങളാണ് വേണ്ട ഒന്നും ചെയ്യാതിരുന്നില്ലല്ലോ. അവളുടെ കല്യാണം അന്തസ്സായിട്ട് നിങ്ങൾ കഴിച്ചു കൊടുത്തില്ലേ? അവന് നല്ല ബിസിനസ് ഉണ്ട് ഏട്ടാ. നിങ്ങളെക്കാളും നല്ല വരുമാനം ഉണ്ട്. അവളും ജോലിക്ക് പോകുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തിനാ ഇവിടെ നമ്മളോട് കടം വാങ്ങിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. തിരിച്ചു തരാത്രേ. ഇത്രയും കാലത്തിനിടയ്ക്ക് 4-5 ലക്ഷം വാങ്ങിച്ചിട്ട് പോയിട്ടില്ലേ? എന്നിട്ട് 1 രൂപ അവൾ തിരിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ കുറച്ച് പൈസ അവളോട് ചോദിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും നിങ്ങളുടെ പെങ്ങൾ സ്നേഹം എന്താന്നുള്ളത്. നീ ഒന്നും മിണ്ടാതിരുന്ന സന്ധ്യേ. ഇടി നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ സഹായിക്കാൻ അവളെ ഉണ്ടാവുള്ളൂ. അതെനിക്കറിയാം. അതെന്റെ പെങ്ങളാണ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. ഒരു അനുഭവം വരുമ്പോഴേ പഠിക്കൂ.